മുംബൈ ഛത്രപതി ശിവജി എയർപോർട്ടിൽ നിന്നും അറബിക്കടലിന് മുകളിലൂടെ ഈജിപ്റ്റ് എയറിന്റെ വിമാനം കെയ്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഈജിപ്ത്, ടർക്കി, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ കണ്ടു തീർക്കുവാനാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. യുദ്ധമേഘങ്ങൾ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഗൾഫ് മേഖലയുടെ മുകളിലൂടെയായിരുന്നു എന്റെ സഞ്ചാരം. വിമാനത്തിലെ പരിചാരകർ യാത്രക്കാർക്ക് ഭക്ഷണവും മറ്റും വിളമ്പിക്കൊണ്ടിരുന്നു. 350 യാത്രക്കാർക്ക് കയറാവുന്ന വലിയ വിമാനത്തിൽ ഞങ്ങൾ കുറച്ചുപേരേയുള്ളൂ. ഇന്ത്യക്കാരാണ് സഹയാത്രികരിൽ കൂടുതലും. ഗൾഫ് രാജ്യങ്ങളിലേക്കും കെയ്റോ വഴി യൂറോപ്പിലേക്കുമൊക്കെ പോകുന്നവർ. മണിക്കൂറിൽ 724 കിലോമീറ്റർ വേഗതയിലാണ് വിമാനം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എമർജൻസി വാതിലിന് സമീപമുള്ള സീറ്റാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യ ഘട്ടത്തിൽ ഈ സംവിധാനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് എയർ ഹോസ്റ്റസ് വിമാനം ഉയരുന്നതിന് മുൻപേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. വിമാനം അറബിക്കടൽ കടന്ന് അറേബ്യൻ മരുഭൂമിക്ക് മുകളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാറക്കെട്ടുകളും എപ്പോഴും ചുടുകാറ്റ് വീശിയടിക്കുന്ന മണൽക്കുന്നുകളുമൊക്കെ അറേബ്യയുടെ പ്രാചീനമായൊരു ചിത്രം പോലെ കാണപ്പെട്ടു. പച്ചപ്പിന്റെ കണിക പോലും കാണാനില്ല. വരണ്ട തവിട്ട് നിറത്തിൽ ഇക്കാണുന്ന ഭൂപ്രദേശം പണ്ടും ഒറ്റപ്പെട്ടു കിടന്നിരുന്ന ഒരു ഉപദ്വീപിന്റെ ഭാഗമാണ്. യാത്രയിലെ തികച്ചും വ്യത്യസ്തമായൊരു ആകാശ കാഴ്ചയാണിതെന്ന് എനിക്ക് തോന്നി. പുറത്തെ കാഴ്ചയുടെ വിരസത അകറ്റാൻ എന്നോണം വിമാനത്തിന്റെ സ്ക്രീനിൽ ഒരു ആക്ഷൻ ത്രില്ലർ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിരലിൽ എണ്ണാവുന്ന എന്റെ സഹയാത്രികരിൽ ചിലർക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അവർ പത്രം വായിച്ചും മറ്റും നേരം കൊല്ലുകയാണ്. മരുഭൂമി വിട്ട് വിമാനം ചെങ്കടലിന് മുകളിലൂടെയാണ് പറക്കുന്നത്. കടലിന് മേലെ മേഘങ്ങൾ പഞ്ഞിക്കെട്ടുകൾ പോലെ പറന്നു നടക്കുന്നു. ഞാൻ കെയ്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി. വിമാനത്താവളത്തിൽ വലിയ തിരക്കൊന്നും കണ്ടില്ല. മണൽക്കാടിന് നടുവിൽ ഒറ്റപ്പെട്ട ഒരു കോട്ട പോലെ കെയ്റോ അന്താരാഷ്ട്ര വിമാനത്താവളം. പർദ്ദയും ശിരോവസ്ത്രവും അണിഞ്ഞ സ്ത്രീകളും കമ്പിളി ഉടുപ്പിട്ട കുട്ടികളുമൊക്കെ വിമാനത്താവളത്തിന് പുറത്തുണ്ട്. ചുറ്റും ദീപങ്ങൾ പ്രഭചൊരിഞ്ഞു നിൽക്കുന്നു. എന്നെ സ്വീകരിക്കുവാനായി ട്രാവൽ ഏജൻസിയിലെ ജീവനക്കാരൻ അഹമ്മദ് എത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ ഗൈഡ് ടൂർ കമ്പനിയാണ് ഇവിടെ എന്റെ ആതിഥേയർ. നല്ല തണുപ്പാണിവിടെ. ഇടയ്ക്ക് ശീതക്കാറ്റ് വീശിയടിക്കും. അപ്പോൾ രോമകൂപങ്ങളിലൂടെ തണുപ്പ് ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നു. അഹമ്മദിനൊപ്പം ഞാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടന്നു. ഗൈഡ് ടൂർ കമ്പനിയുടെ വാഹനം അവിടെ കാത്തുകിടപ്പുണ്ട്. ഈജിപ്തിലെ ഏറ്റവും പ്രസിദ്ധമായ ടൂർ കമ്പനികളിൽ ഒന്നാണ് ഗൈഡ്. കെയ്റോ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്താണ് എയർപോർട്ട്. ഇവിടെ നിന്നും അരമണിക്കൂറോളം യാത്രയുണ്ട് എനിക്ക് താമസത്തിന് ഏർപ്പാടാക്കിയിട്ടുള്ള ഹോട്ടൽ സാന്താനയിലേക്ക് എത്താൻ. ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന നിരത്തിലൂടെ വാഹനം നീങ്ങി. കെയ്റോയിലെ പ്രസിദ്ധമായ സാദത്ത് മോസ്ക് ആ യാത്രയിൽ ഞാൻ കണ്ടു. ഈജിപ്തിലെ തന്നെ പ്രസിദ്ധമായ ഇസ്ലാമിക ദേവാലയങ്ങളിലൊന്നാണ് സാദത്ത് മോസ്ക്. കെയ്റോ ടവറായിരുന്നു മറ്റൊരു കാഴ്ച. ഞങ്ങൾ ഹോട്ടലിലെത്തി. അഹമ്മദ് എന്നെ റിസപ്ഷനിലേക്ക് നയിച്ചു. റിസപ്ഷനിലെ സുമുഖനായ ചെറുപ്പക്കാരൻ വേഗത്തിൽ തന്നെ എഴുത്തുകുത്തുകളൊക്കെ തീർത്ത് റൂം ബോയ്ക്കൊപ്പം എന്നെ മുറിയിലേക്ക് അയച്ചു. സാന്താന ഹോട്ടലിന്റെ 3-ാം നിലയിലാണ് ഇനി കുറേ ദിവസം എന്റെ താൽക്കാലികമായ പാർപ്പിടം. 310-ാം മുറിയിൽ. ദീർഘമായ യാത്രയുടെ ക്ഷീണത്തിൽ ഈജിപ്തിലെ എന്റെ ആദ്യ ദിനം സുഖകരമായ ഒരു ഉറക്കത്തിലേക്ക്